We are all familiar with the famous American confessional poet Sylvia Plath. Here we are discussing her poem Ariel, and it is a posthumous publication. സിൽവിയ പ്ലാത്ത് എന്ന അമേരിക്കൻ എഴുത്തുകാരി കൺഫെഷണൽ പോയറ്റാണ്. കൺഫെഷണൽ പോയറ്റ് മീൻസ് ദ പോയറ്റ് ഹൂ ഓപ്പൺലി റിവീൽസ് എവറിത്തിങ്. തുറന്നെഴുതുന്ന അല്ലെങ്കിൽ കുമ്പസാരം നടത്തുന്ന രീതിയിൽ എല്ലാം തുറന്നെഴുതുന്ന, തൻ്റെ മാനസിക സംഘർഷങ്ങളും പേഴ്സണൽ ലൈഫൊക്കെ തുറന്നെഴുതുന്ന ആളെയാണ് കൺഫെഷണൽ പോയറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മളുടെ മലയാളത്തിലെ പ്രശസ്തിയായ കൺഫെഷണൽ പോയറ്റാണ് കമലദാസ്. അതേപോലെ അമേരിക്കൻ റൈറ്ററാണ് സിൽവിയ പ്ലാത്ത്. അവരുടെ ഏരിയൽ എന്ന കവിതയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ പോസ്തുമസ് പബ്ലിക്കേഷൻ. പോസ്തുമസ് പബ്ലിക്കേഷൻ മീൻസ് ദ വർക്ക് ദറ്റ് ഈസ് പബ്ലിഷ്ഡ് ആഫ്റ്റർ ഹർ ഡെത്ത്. അവരുടെ മരണത്തിന് ശേഷം 1963 അവർ സൂയിസൈഡ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ പോസ്തുമസ് പബ്ലിക്കേഷൻ ഇൻ 1965 ആൻഡ് ഷീ കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ 1963. 1963 അവർ ആത്മഹത്യ ചെയ്യുന്നത്. 65 ഈ കൃതി പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫ്രീ വേഴ്സ് പോം. ഒരു ഫ്രീ വേഴ്സ് പോയമാണ്. നമ്മൾ പറഞ്ഞു പോസ്തുമസ് പബ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അവർ ആത്മഹത്യ ചെയ്തതാണ്. പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ ടെഡ്യൂസിൻ്റെ ഭാര്യയായിരുന്നു സിൽവിയ പ്ലാത്ത്. അവർക്ക് 2 മക്കളാണ്, ഫ്രെയ്ദ ഹ്യൂഗ്സ് ആൻഡ് നിക്കോളാസ് ഹ്യൂഗ്സ്. ഫ്രെയ്ദ ഹ്യൂഗ്സ് പ്രശസ്തിയായ ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ എഴുത്തുകാരിയാണ്. നിക്കോളാസ് ഹ്യൂഗ്സ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ വൈൽഡ് ലൈഫ്, എക്സ്പ്ലോറിങ് വൈൽഡ് ലൈഫ്, അതായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. ആൻഡ് he also suffered depression and committed suicide in 2009. സിൽവിയ പ്ലാത്തിനെ പോലെ തന്നെ, തൻ്റെ അമ്മയെപ്പോലെ തന്നെ അദ്ദേഹവും ഡിപ്രഷന് അടിമപ്പെട്ടിരുന്നു. അതായത് ആ ഒരു മെൻ്റൽ സ്ട്രഗിൾസ് അതൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ 2009 അദ്ദേഹവും ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. നിക്കോളാസ് ഹ്യൂസ് 1962 ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനത്തിന് ശേഷം 63 സിൽവിയ പ്ലാത്ത് ആത്മഹത്യ ചെയ്യുന്നത്. അതായത് വളരെ ചെറുതായിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു മരണം, അതായത് അമ്മ ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിൻ്റെയൊക്കെ ആ ഒരു ട്രോമ ആ കുട്ടിയിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ കവിത നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ പോസ്തുമസ് പബ്ലിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഹിയർ ഹോഴ്സ് റൈഡ് ഇസ് ഇതിൽ ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത് ദ സ്പീക്കർ. ഹിയർ ദ സ്പീക്കർ ഈസ് ദ പോയറ്റ് ഹെർസെൽഫ്. അവരൊരു ഹോഴ്സ് റൈഡ് നടത്തുന്നു, ഒരു കുതിര സവാരി നടത്തുന്നു. അങ്ങനെ നടത്തുന്ന സമയത്ത് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, അവർ കാണുന്ന കാഴ്ചകൾ, ഇതൊക്കെയാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. ആൻഡ് ഹോഴ്സ് റൈഡ് ഈസ് ഹിയർ യൂസ്ഡ് ആസ് എ മെറ്റഫർ വിച്ച് ഷോസ് റൈറ്റിംഗ് ദെൻ ഫീമെയിൽ എംപവർമെൻറ്റ് ആൻഡ് ഹെർ ഫിസിക്കൽ ഇൻസ്റ്റെബിലിറ്റി. ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇൻസ്റ്റെബിലിറ്റി. ഈ ഒരു കവിതയിൽ ഹോഴ്സ് റൈഡ് എന്നുള്ള ആ ഒരു സംഭവം, കുതിര സവാരി, അതൊരു മെറ്റഫറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൂടെ അവരവരുടെ എഴുത്തിനെ വിവരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫീമെയിൽ എംപവർമെൻറ്റ്, അതായത് ആ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നും, പുരുഷാധിപത്യമുള്ള സമൂഹത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. അതേപോലെ തന്നെ ഹെർ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ആ ഒരു അസ്ഥിരത, മാനസിക പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ആ കുടുംബജീവിതത്തിന് അല്ലെങ്കിൽ അൺഹാപ്പി മാരീഡ് ലൈഫ്, ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു ടെഡ്യൂസ് എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ്റെ ഭാര്യയായിരുന്നു സിൽവിയ പ്ലാത്ത്. 2 മക്കളാണ്, ഫ്രെയ്ദ ഹ്യൂഗ്സ് ആൻഡ് നിക്കോളാസ് ഹ്യൂഗ്സ്. ദെൻ the poem shows an ecstatic horse ride that transforms into a spiritual, almost suicidal merging with the dawn that symbolizes liberation and freedom from earthly ties like marriage, motherhood, etc. ഈ കവിതയിൽ നമ്മൾ പറഞ്ഞു നിക്കോളാസ് ഹ്യൂഗ്സിനെ പ്രസവിച്ചു. 1962 പ്രസവിച്ചു. അത് കഴിഞ്ഞ പാട് തന്നെ, അതായത് 63 തൊട്ടടുത്ത വർഷം തന്നെ അവർ ആത്മഹത്യ ചെയ്യാനുണ്ടായത്. അപ്പോൾ ആ ഒരു മദർഹുഡിൻ്റെ പ്രശ്നങ്ങൾ, അമ്മയായതിനു ശേഷമുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ അൺഹാപ്പി മാരീഡ് ലൈഫായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലൂടെ എസ്റ്റാറ്റിക് ഹോഴ്സ് റൈഡാണ്, അതായത് വളരെ സ്പീഡിൽ ആവേശകരമായിട്ടുള്ള ഒരു
കുതിര സവാരിയാണ് നടത്തുന്നത്. അത് ആ ഒരു യാത്ര, ആദ്യം തുടങ്ങിയ ആ ഒരു യാത്ര പിന്നീട് ഒരു സ്പിരിച്വാലിറ്റിയിലാണ് അവസാനിക്കുന്നത്. അതായത് ഒരു ആത്മീയതയിൽ, അതായത് പ്രകൃതിയും മനുഷ്യനും എല്ലാം ഒന്നാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് എത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സൂയിസൈഡൽ മേർജിങ്. അതായത് ആത്മഹത്യയുടെ അതേ വേഗത്തിൽ എന്നാണ് പറയുന്നത്. അതായത് അത്രത്തോളം വേഗതയിലാണ് ഓടുന്നത് കുതിര. ആ കുതിരയുടെ ഓട്ടം എന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സൂയിസൈഡൽ മേർജിങ്. ആത്മഹത്യയിലൂടെ അവരുടെ കവിതകളിലൊക്കെ നമുക്ക് ആ ഒരു ഡിപ്രഷൻ കാണാൻ സാധിക്കും. സിൽവിയ പ്ലാത്തിൻ്റെ കവിതകളുടെ ഒക്കെ പ്രത്യേകത ആ ഒരു മൂഡി അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് വിത്ത് ദ ഡോൺ, സൂയിസൈഡൽ മേർജിങ് വിത്ത് ദ ഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതവുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടം. ആൻഡ് ഇറ്റ് സിംബലൈസസ് ലിബറേഷൻ. ആ ഒരു ഓട്ടം കാണിക്കുന്നത് ലിബറേഷനാണ്. ഇവിടെ നിന്നും ഫ്രം ദി പാട്രിയാർക്കൽ സൊസൈറ്റി, പുരുഷാധിപത്യമുള്ള സമൂഹം. അതേപോലെ തന്നെ എർത്തിലി ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നമ്മളെ ബന്ധിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ. അതായത് ബന്ധമാണെങ്കിലും അത് ബന്ധനമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഫാമിലി ലൈഫിൽ തന്നെ മക്കൾ, അമ്മയും അച്ഛനും, കുടുംബം, ഭർത്താവ്, ഇതൊക്കെ ഒരു ബന്ധനമായി മാറുന്ന അവസ്ഥ. അതായത് നമ്മുടെ റൂസോ പറഞ്ഞിട്ടുണ്ട്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവറിവർ ഹീസ് ഇൻ ചെയിൻസ്. എല്ലായിടവും അരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ പലപ്പോഴും അതരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഡോൺസ് ആണ് കൂടുതലും, ഡൂസ് ആൻഡ് ഡോൺസ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്തത്, അതരുത്, ഇതരുത്. പ്രത്യേകിച്ച് ഒരു പെണ്ണായിട്ട് ജനിക്കുന്ന സമയത്ത് ഒരുപാട് ഡോൺസ് ഉണ്ടാകും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അങ്ങനെയുള്ള ആ ടൈസാണ് ഇവിടെ പറയുന്നത്, എർത്തിലി ടൈസ്. അതേപോലെ ലൈക്ക് മാരേജ്, മദർഹുഡ് എന്ന് പറയുന്നത് അതായത് അമ്മയാകുക. അപ്പോൾ ആ അമ്മയാകുന്നതിലൂടെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുക. അങ്ങനെ മറ്റ് സ്വാതന്ത്ര്യങ്ങളൊക്കെ കുറവായിരിക്കും. കാരണം ആ ഒരു അമ്മയായി കഴിയുന്ന സമയത്ത് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതിനെ ഉറക്കൊഴിഞ്ഞ് നോക്കലും എല്ലാ കാര്യങ്ങളും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ഒന്ന് പൊടിപ്പിച്ചു കൊണ്ടുവരിക എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന ആ പ്രയാസങ്ങൾ, അതൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ടൈറ്റിലാണ് ഏരിയൽ ഈസ് ദി എക്സ്യൂബറൻറ്റ് എയർ സ്പിരിറ്റ് ഫ്രം ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ്. ഏരിയൽ എന്ന് കേൾക്കുമ്പം തന്നെ നമുക്ക് അറിയാം ഷേക്സ്പിയറിൻ്റെ മാന്ത്രിക കഥാപാത്രം, ദ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു നാടകത്തിലെ കഥാപാത്രം. പ്രോസ്പെറോയോട് കൂടി എല്ലാ കാര്യങ്ങളും, പ്രോസ്പെറോയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഏരിയൽ, ആ ഒരു കഥാപാത്രമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഹിയർ ഏരിയൽ ഇസ് ദി ഹീബ്രു വേർഡ് വിച്ച് മീൻസ് ലയൺ ഓഫ് ഗോഡ്. ഇവിടെ ഏരിയൽ എന്നുള്ള വാക്ക് ഹീബ്രു വാക്കാണ്. അതിൻ്റെ അർത്ഥം ലയൺ ഓഫ് ഗോഡ് എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് സിൽവിയ പ്ലാത്ത് ഹോഴ്സ്. സിൽവിയ പ്ലാത്തിൻ്റെ കുതിരയുടെ പേരും ഏരിയൽ എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കണക്ഷനാണ് ഇവിടെ പറയുന്നത്. ഏരിയൽ എന്നുള്ള ടൈറ്റിൽ ചോദിക്കാം. ആൻഡ് ദ റൈഡ് ഓൺ ഹോഴ്സ് ബാക്ക് ബ്രിങ്സ് ദ സ്പീക്കർ ഫ്രം ഫിസിക്കൽ പ്ലെഷർ ടു സ്പിരിച്വൽ ട്രാൻസെൻസ്. ഈ ഒരു യാത്രയിലൂടെ ഒരു ഫിസിക്കൽ പ്ലെഷറിന് വേണ്ടിയിട്ടാണ് യാത്ര തുടങ്ങുന്നത്. അതായത് ജസ്റ്റ് ഒരു റൈഡായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് ആ യാത്ര മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു ആത്മീയ നിർവൃതിയാണ് അവർ ഈ ഒരു ഹോഴ്സ് റൈഡിലൂടെ അനുഭവിക്കുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് പോവാം. ഏരിയൽ ബൈ സിൽവിയ പ്ലാത്ത്. Stasis in darkness, then the substanceless blue pour of tour and distances. Here നമ്മൾ പറഞ്ഞു യാത്ര തുടങ്ങുകയാണ്. സിൽവിയ പ്ലാത്തിൻ്റെ കുതിരയുടെ പേരാണ് ഏരിയൽ. ആ ഏരിയൽ എന്ന കുതിരപ്പുറത്ത് സവാരി തുടങ്ങുന്നു. സ്റ്റേസിസ് ഇൻ ഡാർക്ക്നെസ്. സ്റ്റേസിസ് മീൻസ് സ്റ്റാൻഡ് സ്റ്റിൽ. എല്ലാം നിശബ്ദമാണ്. ഡാർക്ക്നെസ് ആണ്, ഇരുട്ടാണ്. പ്രഭാതം തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് ഇറ്റ് ഈസ് ഇൻ ഡോൺ. ഡോൺ മീൻസ് പ്രഭാതം പൊട്ടിവിടുന്ന ആ സമയം. നല്ല ഇരുടാണ്. അതായത് സൂര്യപ്രകാശം വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ, എത്തിയിട്ടില്ല. ആൻഡ് ദെൻ ദ സബ്സ്റ്റാൻസ്ലെസ് ബ്ലൂ പോർ ഓഫ് ടോർ ആൻഡ് ഡിസ്റ്റൻസസ്. നീലാകാശം, ബ്ലൂ സ്കൈ. ആ നീലാകാശം വിദൂരമായിട്ട് നമുക്ക് കാണാം, ചെറുതായിട്ട് കാണാം. ആ ഒരു നിശബ്ദ അവസ്ഥയിൽ എല്ലായിടവും ഇരുട്ടാണ്. ആ ഇരുട്ടിൽ യാത്ര തുടങ്ങുന്നു. എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലാണ്. അതായത് ഇവിടെ നിശബ്ദമാണ്, സൈലൻസ് ആണ്. ആൻഡ് ഗോഡ്സ് ലയനസ്. ഇവിടെ
ദ പോയിറ്റ് ഈസ് അഡ്രസ്സിങ് ദ ഹോസിനെ വിളിക്കുകയാണ്. ഗോഡ്സ് ലയനസ്, ദൈവത്തിൻ്റെ ലയനസ്, സിംഹി. ഇവിടെ അങ്ങനെ വിളിക്കാൻ കാരണം ഇറ്റ് ഈസ് ദി ഡിവൈൻ പവർ. അവരുടെ കുതിരയെ അവർ കണക്കാക്കുന്നത് ഇറ്റ് ഹാസ് ഡിവൈൻ പവർ. അതിൻ്റെ ആ ഒരു ദൈവിക ശക്തിയുള്ള കുതിര, അതായത് അത്രത്തോളം വേഗതയിൽ ഓടാൻ കഴിയുന്ന കുതിരയ്ക്ക് ആ ഒരു അർത്ഥത്തിലാണ് ഡിവൈൻ ഗോഡ്സ് ലയനസ്. ഹൗ വൺ വി ഗ്രോ മീൻസ് വി ആർ വൺ. നമ്മൾ രണ്ടുപേരാണെങ്കിലും നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരുമിച്ച് വളർന്നതാണ്. ആൻഡ് പിവോട്ട് ഓഫ് ഹീൽസ് ആൻഡ് നീസ്. പിവോട്ട് മീൻസ് ഇവിടെ എ തിങ് ദാറ്റ് ഇറ്റ് ടേൺസ്, ഒരുമിച്ച് തിരിയുകയാണ്, അതായത് നമ്മൾ രണ്ടുപേരും ഒന്നാണ്. ആൻഡ് ദ ഫറോ സ്പ്ലിറ്റ്സ് ആൻഡ് പാസസ്. ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ദ ഫറോ മീൻസ് ദ ബ്രേക്കിംഗ് ഓഫ് ലാൻഡ്സ്. ഓരോ ഭാഗവും അതായത് പാടം കടന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ റോക്കി ഹിൽസാണ് ഇപ്പം കടന്നു വന്നത്. അങ്ങനെ ഓരോ കട്ടുകൾ കാണാം, ഓരോ ഭാഗം ഇങ്ങനെ കടന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. ആൻഡ് സിസ്റ്റർ ഇവിടെ വിളിക്കുന്നത് ആ കുതിരയാണ് വിളിക്കുന്നത്. സിസ്റ്റർ ടു, ദ ബ്രൗൺ ആർക്ക് ഓഫ് ദി നെക്ക് ഐ കനോട്ട് ക്യാച്ച്. ദ ബ്രൗൺ ആർക്ക് ഇവിടെ ദ റിഫ്ലക്ഷൻ ഓഫ് ലാൻഡ്. ഇവിടെ എർത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ഈ കുതിരയുടെ കഴുത്തിൽ കാണുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് ദ ബ്രൗൺ ആർക്ക് ഓഫ് ദ നെക്ക്, ദ റിഫ്ലക്ഷൻ ഓഫ് ദ ലാൻഡ്. ഐ കനോട്ട് ക്യാച്ച് ഇറ്റ്. എനിക്കത് പിടിക്കാൻ കഴിയുന്നില്ല, കാരണം അതൊരു റിഫ്ലക്ഷനാണ്. ആ ലാൻഡിൻ്റെ അല്ലെങ്കിൽ ആ എർത്തിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ നിഴലിനെ റിഫ്ലക്ഷനെ പിടിക്കാൻ കഴിയുന്നില്ല. ദെൻ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. നിഗർ ഐ മീൻസ് സ്റ്റുപ്പിഡ് ഐ. നിഗർ മീൻസ് നോട്ടി എന്നുള്ള അർത്ഥമാണ്. കുസൃതിയുള്ള കണ്ണുകൾ എന്തു ചെയ്യുന്നു? ബെറീസ് കാസ്റ്റ് ഡാർക്ക് ഹൂക്സ്. ദ പോയിറ്റ് സീസ് ബെറി കാണുന്നു. ഇങ്ങനെ യാത്ര മുന്നോട്ട്. ആദ്യം നമ്മൾ പറഞ്ഞു റോക്കി ഹിൽസ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ബ്ലൂ സ്കൈ കാണുന്നത്. ആ ബ്ലൂ സ്കൈ കഴിഞ്ഞിട്ട് ഓരോ പാർട്ട്, അതായത് എർത്തിൻ്റെ പാർട്ടുകൾ ഇങ്ങനെ കടന്ന് പോകുന്ന സമയത്ത് ഇപ്പോൾ ബ്ലൂ ബെറീസ് ക്യാച്ച് ഹർ ഐസ്. അവളുടെ കണ്ണുകളെ ബ്ലൂ ബെറീസ് പിടിച്ചു. അതുകൊണ്ടാണ് ഇവിടെ നോട്ടി ഐസ് എന്ന് പറയുന്നത്. ദ ഐ ക്യാച്ചസ് എവറിഥിങ് ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഹൂക്ക് പോലെയാണ്, പിടിച്ചു നിർത്തുന്നു, അത്രത്തോളം സൗന്ദര്യമുള്ള ബെറീസ്. ആൻഡ് ബ്ലാക്ക് സ്വീറ്റ് ബ്ലഡ് മൗത്ത്ഫുൾ. അതിൻ്റെ ആ ഒരു ജ്യൂസ്, ബ്ലാക്ക് ജ്യൂസ്, ആ ബ്ലാക്ക്ബെറിയുടെ ആ ഒരു നീരിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഇറ്റ് ഫിൽസ് ദ മൗത്ത്. എൻ്റെ വായിൽ വെള്ളം നിറയ്ക്കുന്നു. ആൻഡ് ഷാഡോസ്, അതിൻ്റെ നിഴൽ കാണാം. ആൻഡ് സംതിങ് എൽസ്, അങ്ങനെ എന്തൊക്കെയോ കണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം കണ്ടത് റോക്കി ഹിൽസാണ്, അതിനുശേഷം ബ്ലൂ സ്കൈ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെയും പോകുന്ന സമയത്ത് ഓരോരോ എർത്തിൻ്റെ പാർട്സ് കണ്ടു. ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ ഓൺ ദി ഹോഴ്സസ് നെക്ക്. പിന്നെ കണ്ടതാണ് ബ്ലാക്ക്ബെറീസ്. ഔൾസ് മീ ത്രൂ എയർ തൈസ് ഹെയർ ഫ്ലേക്സ് ഫ്രം മൈ ഹീൽസ്. പെട്ടെന്ന് സംതിങ് സ്റ്റക്ക് ഹർ. അവളെ എന്തോ ഒന്ന് തട്ടി. അതായത് ഹൗൾസ് മീ മീൻസ് ക്യാച്ചസ് ഹർ. എന്തോ ഒന്ന് അവരെ പിടിച്ചു, അല്ലെങ്കിൽ എന്തോ ഒന്ന് ബാധിച്ചു. ത്രൂ എയർ, അന്തരീക്ഷത്തിലൂടെ എന്തോ ഒന്ന് തട്ടിപ്പോയി. ആൻഡ് ഇറ്റ് റീച്ചസ്, എങ്ങനെയാണ്? ത്രൂ ഹർ തൈസ് ഹെയർ ഫ്ലേക്സ് ഫ്രം മൈ ഹീൽസ്. കാലിൻ്റെ അടിയിൽ നിന്ന്, അതേപോലെ ദേഹത്ത്, തൊടയിലൊക്കെ, മുടിയിലൊക്കെ എന്തൊക്കെയോ, അതായത് മഞ്ഞ് കണങ്ങളാണ്. ആ മഞ്ഞിൻ കണങ്ങൾ ഇവിടെ ഏരിയൽ എന്ന് പറയുന്ന ആ എയർ സബ്സ്റ്റൻസസ്, ആ ഒരു അർത്ഥമുണ്ട്. ഏരിയൽ എന്നുള്ളത് എയർ സബ്സ്റ്റൻസസ്, പ്രകൃതിയിലുള്ള മഞ്ഞിൻ കണങ്ങൾ അവളെ തട്ടി. അതായത് ആ ഒരു കൂൾനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ ഒരു തണുപ്പ്, മഞ്ഞിൻ്റെ തണുപ്പ്. മുന്നോട്ടേക്ക് പോകുന്ന, നമുക്കറിയാം പ്രഭാതത്തിൽ ആ ഒരു ഡിസംബർ മാസങ്ങളിൽ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഭാതത്തിൽ നല്ല തണുപ്പുണ്ടാകും. അപ്പം കുറച്ച് കഴിയുമ്പോൾ ആ തണുപ്പ് കാലിൻ്റെ ഉപ്പൂറ്റിയിലൂടെ നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും അരിച്ചിറങ്ങാൻ തുടങ്ങി. ആൻഡ് വൈറ്റ് ഗോഡിവ is a lady who opposed her husband and patriarchal society by removing all her dress and she rode on her horse. ഗോഡിവ എന്ന കഥാപാത്രം
പാട്രിയാർക്കൽ സൊസൈറ്റിയെ എതിർത്തതാണ്. ഭർത്താവ് അദ്ദേഹത്തിൻ്റെ കമാൻഡ്സ്, അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞതിനെ എതിർത്ത ഒരു സ്ത്രീയായിരുന്നു ഗോഡിവ. ഭർത്താവിൻ്റെ കമാൻഡ്സിനെ എതിർത്ത ലേഡിയായിരുന്നു ഗോഡിവ. ആ ഒരു എതിർപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ കഴിച്ച് ഡ്രസ്സൊന്നും ഇല്ലാതെ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത ഒരു ലേഡി, വളരെ വിവാദയായ ഒരു ലേഡിയാണ് ഗോഡിവ. അവരെ പോലെ തന്നെ എന്ത് ചെയ്തു? വൈറ്റ് ഗോഡിവ ഐ അൺപീൽ മീൻസ് ഐ റിമൂവ്ഡ് ഡെഡ് ഹാൻഡ്സ് ആൻഡ് ഡെഡ് സ്റ്റിഞ്ചൻസീസ്. ഇവിടെ ഡെഡ് ഹാൻഡ്സ് ആൻഡ് ഡെഡ് സ്റ്റിഞ്ചൻസീസ് മീൻസ് ദ റെസ്ട്രിക്ഷൻസ് ഓഫ് ഹർ ഹസ്ബൻഡ്. ടെഡ്യൂസിൻ്റെ നിയന്ത്രണങ്ങൾ അതൊക്കെ ഞാൻ കാറ്റിൽ പറത്തിയിട്ട് യാത്ര തുടർന്നു. അതായത് ആ ഒരു പാട്രിയാർക്കൽ അരുത് എന്ന് പറയുന്ന പാട്രിയാർക്കൽ സമൂഹത്തിൻ്റെ വേണ്ടാത്തരങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ, റെസ്ട്രിക്ഷൻസ് അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് മുന്നോട്ടേക്ക് യാത്ര തുടർന്നു. ആരെ പോലെ? ഗോഡിവയെ പോലെ. ബട്ട് നൗ ആ നിയന്ത്രണങ്ങളൊക്കെ കാറ്റിൽ പറത്തിയപ്പോഴും ഇപ്പം ഞാൻ സ്വതന്ത്രയാണ്. ആൻഡ് നൗ ഐ ഫോം ടു വീറ്റ്. ഒരു ഗോതമ്പ് മണി പോലെയായി ഞാൻ സ്വതന്ത്രയാണ്. എ ഗ്ലിറ്റർ ഓഫ് സീ, ഐ ആം ജസ്റ്റ് ലൈക്ക് എ ഗ്ലിറ്റർ ഓഫ് ദ സീ. ഒരു കടലിൻ്റെ തിളക്കം പോലെ. അത്രത്തോളം, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ആ തിളക്കം ഉണ്ടാകുക. അതായത് എന്തും ചെയ്യാനുള്ള കരുത്ത്, ആ ഒരു അടിമത്തമില്ലാത്ത അവസ്ഥ. സോ ഐ ആം ജസ്റ്റ് ലൈക്ക് എ വീറ്റ് ഓർ എ ഗ്ലിറ്റർ ഓഫ് സീ. The child's cry melts in the wall and now I can hear the cry of a child. ഇവിടെ ആ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞു 1962 ഷീ ഗേവ് ബർത്ത് ടു നിക്കോളാസ് ഹ്യൂഗ്സ് എന്ന മകന് ജന്മം കൊടുത്തു. അതിനുശേഷമാണ് അവർ ഈ കവിത എഴുതുന്നത്. അതിനുശേഷമാണ് ഷീ കമ്മിറ്റ് സൂയിസൈഡ്. അപ്പോൾ ആ ഒരു കരച്ചിൽ, കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു. ആൻഡ് ദാറ്റ് ക്രൈ, ദ ചൈൽഡ്സ് ക്രൈ മെൽസ് ഇൻ ദ വാൾ. അത് ആ ചുമരിൽ ലയിച്ചു പോകുന്നു. ദാറ്റ് മീൻസ് ഐ ആം നോട്ട് കെയറിങ് അബൌട്ട് ദിസ് ക്രൈ. ആ കുഞ്ഞിൻ്റെ കരച്ചിലിനെ കുറിച്ച് ഞാനിപ്പോൾ ബോധേഡല്ല. നേരത്തെ പറഞ്ഞു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ടൈസ് അതൊക്കെ ഞാൻ ഒഴിവാക്കി. ആൻഡ് ഐ ആം ദ ആരോ. ഐ ആം നൗ ജസ്റ്റ് ലൈക്ക് ആൻ ആരോ. ഒരു ആരോ പോലെയാണ്. ആരോയുടെ അവസ്ഥ സ്വതന്ത്രമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ. അതായത് ആ ഞാണിൽ നിന്നും വിട്ട ആരോ പോലെയാണ് ഞാൻ. ആ ഒരു വേഗം, ശരവേഗത്തിൽ പോകുക എന്ന് പറയും, അത്രത്തോളം സ്വതന്ത്രയാണ്. ആൻഡ് ദ ഡ്യൂ ദാറ്റ് ഫ്ലൈസ് സൂയിസൈഡൽ. മഞ്ഞുതുള്ളി പോലെയാണ്. എങ്ങനെ പോകുന്ന മഞ്ഞുതുള്ളി? ദാറ്റ് ഫ്ലൈസ് സൂയിസൈഡൽ സ്പീഡാണ്. അതായത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അതേ വേഗതയിൽ. ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജീവൻ പോകുന്ന അവസ്ഥ, ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ ജീവൻ പോകുന്ന ആ അവസ്ഥ. അത്രത്തോളം വേഗത്തിൽ വീഴുന്ന മഞ്ഞുതുള്ളി പോലെ, ശരവേഗത്തിൽ പോകുന്ന ആ ഒരു ശരം പോലെ, അതായത് അത്രത്തോളം വേഗതയിൽ പോകുന്ന ശരം പോലെ. ഇവിടെ രണ്ട് കമ്പാരിസൺ ആണ്. She says that she is an arrow and a dewdrop, at one with the drive into the red eye. At one with the drive. ഈ ഒരു യാത്രയിലൂടെ we are becoming one. ഇവിടെ ആ കുതിരയാണ്. കുതിരയും ആ ഒരു എഴുത്തുകാരിയും അല്ലെങ്കിൽ ആ ഒരു പോയറ്റും കുതിരയും പ്രകൃതിയും എല്ലാം ഒന്നായി മാറുന്നു. into the red eye. റെഡ് ഐ മീൻസ് ഹിയർ ദ സൺ. സൂര്യനെയാണ് അവിടെ പറയുന്നത്. ദ കോൾഡ്രൺ ഓഫ് മോർണിംഗ്. കോൾഡ്രൺ മീൻസ് എ ബൗൾ. ഇവിടെ തീ പോലെ ജ്വലിക്കുന്ന ആ ബൗൾ ഇവിടെ സൂര്യനാണ്. ഇറ്റ് ഈസ് ദി ഐ, കണ്ണാണ്. സൂര്യനെ വിശേഷിപ്പിക്കുന്നതാണ് ഇവിടെ ഐ എന്ന്. അതേപോലെ തന്നെ ദ കോൾഡ്രൺ ഓഫ് മോർണിംഗ്, ആ പ്രഭാതത്തിൻ്റെ ആ ഒരു തീച്ചൂള അല്ലെങ്കിൽ ആ ഒരു ഇവിടെ എന്താണ്, വെള്ളം തിളപ്പിക്കുന്ന പാത്രം അല്ലെങ്കിൽ ആ ഒരു തീജ്വാലയുള്ള പാത്രം എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് കോൾഡ്രൺ ഓഫ് മോർണിംഗ് എന്ന് പറയുന്നത്. ഹിയർ ആ സൂര്യനും പ്രകൃതിയും കുതിരയും എഴുത്തുകാരിയും എല്ലാം ഒന്നായി മാറുന്ന അവസ്ഥ. Through this poem, the poet expresses her wish to be free in her life and to lead a new life. തൻ്റെ ജീവിതത്തിലെ ആ നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കി ഒരു നല്ല ജീവിതം, ഒരു സന്തോഷകരമായ ഒരു ജീവിതം കവി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു
ലിബറൽ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ലൈഫാണ് കവി ആഗ്രഹിക്കുന്നത്. ആ ഒരു ഇഷ്ടം, അവരുടെ താല്പര്യമാണ് നമുക്ക് ഈ കവിതയിലൂടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു കെട്ടുപാടുകളൊന്നുമില്ലാതെ, ഫാമിലി ടൈസ് ഒന്നുമില്ലാതെ ഷി വാണ്ട്സ് ടു ലീഡ് എ ഹാപ്പി ലൈഫ്. ആ ഒരു തീം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ദ പ്രോബ്ലംസ് ദാറ്റ് ഷീ സഫേഴ്സ്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. നമ്മൾ പറഞ്ഞു ഗോഡിവയെ പോലെ, ആ ഗോഡിവയെ പോലെ എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം ഷീ സഫേഴ്സ് സച്ച് എ ലൈഫ്. ആ ഒരു ഗോഡിവയുടെ ജീവിതം പോലെയുള്ള അവസ്ഥ അവരും നേരിട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. ഏരിയൽ എന്നത് അവരുടെ കുതിരയുടെ പേരാണ്. അതോടൊപ്പം തന്നെ എയറിനെ പറയുന്നുണ്ട് അവിടെ. അതേപോലെ തന്നെ ഏരിയൽ ഇസ് ദി ക്യാരക്ടർ ഓഫ് ഷേക്സ്പിയർ ഇൻ ദ ടെമ്പസ്റ്റ്. പിന്നീട് ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ കൺഫെഷണൽ എലമെൻറ്റ്സ് ഇൻ ദ പോം. ഈ കവിതയിൽ കൺഫെഷണൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു റിവീൽസ് എവറിതിങ് ഓപ്പൺലി. എല്ലാ കാര്യങ്ങളും, പേഴ്സണൽ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് എഴുതുന്നതിനെയാണ് കൺഫെഷണൽ പോയറ്റ് എന്നറിയപ്പെടുന്നത്. ഇവിടെ കൺഫെഷണൽ എലമെൻറ്റ്സിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ചൈൽഡ്സ് ക്രൈ എന്നുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ പറയുന്നുണ്ട്, അതായത് ഇറ്റ് ഈസ് ദ റെഫറൻസ് ടു ഹർ ന്യൂ ബോൺ ബേബി. പിന്നെ ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ദ സ്ട്രഗിൾസ് ദാറ്റ് ഷീ സഫേർഡ്. കവിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അത് ഈ കവിതയിലൂടെ എങ്ങനെ വെളിപ്പെടുത്തുന്നു, ആ കാര്യങ്ങളൊക്കെ ചോദിക്കാം. These are the main points. Hope you enjoyed it. Thank you.